നമ്മളിപ്പോ ആരംഭിക്കുന്നത് ഒരു ബിസിനസ് സ്ട്രീമിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ആമുഖമാണ്. ഈ ആമുഖം ഉദ്ദേശിക്കുന്നത് ആദ്യം താല്പര്യമുള്ളവരെ വേർതിരിക്കാൻ വേണ്ടിയാണ്. എന്താണ് എന്ന് നോക്കാൻ വേണ്ടി കുറെ പേര് വരും. അപ്പൊ അതിൽ നിന്ന് ആദ്യം തന്നെ കാര്യം മനസ്സിലായാൽ പിന്നെ നോക്കാൻ വേണ്ടിയുള്ള ആ വരവ് ഉപേക്ഷിക്കാറ്. അതുകൊണ്ടാണ് ഈ ഒരു സെഷൻ വെക്കുന്നത്. ഈ സെഷനിൽ കാര്യമായി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, നമ്മുടെ പ്രവർത്തന രീതി എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആപ്പിസോണിന്റെ ലക്ഷ്യങ്ങളാണ് ഒരു പറ്റം ദായികളായ ഒരു ടീമിനെ സൃഷ്ടിക്കുക. അവർക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായും ആത്മീയമായും എല്ലാം ഒരു ഉയർച്ചയുള്ള, സ്വയം പര്യാപ്തതയുള്ള ഒരു ടീമിനെ പടുത്തുയർത്തുക എന്നത് ആപ്പിസോണിന്റെ എയിമായിരുന്നു. അതിൽ ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് ഖിവാമ്, നിലനിൽപ്പ്, സാമ്പത്തിക നിലനിൽപ്പ്. സാമ്പത്തിക നിലനിൽപ്പിന് വേണ്ടി നാം സ്വീകരിക്കുന്ന വഴി എന്താണ് എന്നും അതിലെ മാർഗങ്ങൾ എന്താണ് എന്നും അതിന്റെ പ്രധാന സവിശേഷതകൾ എന്താണ് എന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും അതോടൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും കൂടെ ഇന്റഗ്രിറ്റി അഥവാ സമഗ്രതയുള്ളതും നേട്ടങ്ങളുള്ളതും, ഇങ്ങനെ 4 ഗുണങ്ങൾ സമ്മേളിച്ച സംവിധാനമാണ് ആപ്പിസോൺ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നിലധികം വഴികള് ഈ വിഷയത്തിലുണ്ട്. ഒന്ന്, ആപ്പിസോൺ എന്ന് പറയുന്നതിൽ ആപ്പിസോണിന്റെ പ്രധാന പ്രോഗ്രാമുകളിൽ പെട്ടതാണ്, മിഷനുകളിൽ പെട്ടതാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ. ലൈഫ് ഓറിയന്റഡ് ആയിട്ടുള്ള അഥവാ ജീവിതം എന്ന അർത്ഥത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, പ്രായോഗിക തലത്തിൽ ജീവിതം എന്ന മാറ്റർ അടിസ്ഥാനമാക്കിയുള്ള ട്രെയിനിങ്. അത് ധാരാളം വിജയകരമായ അനുഭവങ്ങളുള്ള ഇഷ്ടംപോലെ പേര് നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യുക എന്നത് ഒരു മാർഗമാണ്. മറ്റൊന്ന്, ദർസ് സംവിധാനം. മതപഠനം എന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ ലളിതമായും അതോടൊപ്പം ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന തലത്തിലുള്ളതും, സാമ്പത്തികമായും അധികം ചെലവില്ലാതെ ഏതൊരു തലത്തിലുള്ള ഒരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മതപഠന സംവിധാനം, അതൊരു വരുമാന മാർഗമാണ്, അതും പ്രൊമോട്ടിംഗ് ആണ്. മൂന്നാമത്തെ ഒരു മാർഗമാണ് ബിസിനസ്. ബിസിനസ് എന്ന പദം സൂചിപ്പിക്കുന്ന സമയത്ത് സാധാരണ ഏതൊരു പദവും പറയുമ്പോൾ ആ പദത്തിന്റെ മറുവശത്ത് നമ്മുടെ മനസ്സിൽ ഒരു ആശയം ഉണ്ടാകും. അപ്പൊ ആന എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മറുവശത്തൊരു ആശയം ഉണ്ടാകും. ഇതുപോലെ ബിസിനസ് എന്ന പദം ഉപയോഗിക്കുന്ന സമയത്ത് മറുവശത്തൊരു ആശയം വരും. അത് പലപ്പോഴും ട്രഡീഷണൽ ആയിരിക്കും. ഈ ട്രഡീഷണൽ ആശയം അത് മനസ്സിൽ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ബിരുദധാരിയായ ഒരു പണ്ഡിതനൊക്കെ ചിലപ്പോൾ അതിന് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടാകാം. പലരും ബിസിനസ് എന്നതിനെ നെഗറ്റീവ് അർത്ഥത്തിൽ എടുക്കുന്നവരുണ്ടാകാം. അതിന് പല കാരണങ്ങളുണ്ടാകാം. അവരുടെ അനുഭവങ്ങളായിരിക്കാം അതിന് പ്രധാനപ്പെട്ട കാരണം. ബിസിനസ് എന്ന വിഷയത്തിൽ അവരുടെ അനുഭവം എന്താണ്? അത് അങ്ങനെയുള്ള ഒരു അനുഭവ ലോകമാണ്. ആ അനുഭവ ലോകത്തിന്റെ പേരിൽ അവർ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിൽ വരുന്നത് ചില സംഗതികൾ ഇങ്ങനെ നടന്നു വിൽക്കുകയോ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി നിന്നിട്ട് ഒരു സംഗതി വിൽക്കുകയോ, അതല്ലെങ്കിൽ അല്ലാതെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കുക എന്ന ഒരർത്ഥം. ഇതൊരു ബിസിനസിന്റെ ഒരു അർത്ഥം തന്നെയാണ്. എന്നാൽ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരാളുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാത്രം, അവർക്ക് ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റുകൾ മാത്രം ഏറ്റവും ഗുണകരമായ രീതിയിൽ വിതരണം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ജോലിയായിട്ട് അത് ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡ്, ഒരു ശൈലി, അത് ഇതിൽ ഉൾക്കൊള്ളുന്നു. അതിൽ തന്നെ ആഗോളാടിസ്ഥാനത്തിൽ
ഇന്റർനാഷണൽ ലെവലിൽ ഗ്ലോബലി ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കമ്പനി, അത്തരം കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ലോകോത്തര നിലവാരമുള്ള ഒരുപക്ഷെ 4 പതിറ്റാണ്ടിലേറെ അടിത്തറയുള്ള അത്തരം ഒരു ബിസിനസ് സംവിധാനം, പ്രൊഡക്റ്റുകൾ, ഇത് ഒരു ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് സമൂഹത്തിലേക്ക് എത്തിക്കുകയും അതിലൂടെ നമുക്കും സമൂഹത്തിനും ആരോഗ്യത്തിനും നേട്ടമുണ്ടാകുന്ന രീതിയിൽ അതിൽ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇത് ഒരു മാർഗമാണ്. ഇനി ഇന്ത്യയിൽ നമ്പർ 1 തലത്തിൽ നിൽക്കുന്ന ബിസിനസ് സംവിധാനങ്ങളിൽ ചിലത്, അത് നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നു, വിൽപ്പന എന്ന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ വർക്ക് എന്ന അടിസ്ഥാനത്തിൽ ചെയ്യുകയും അത് ചെയ്യാൻ ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത്തരം സംവിധാനങ്ങൾ പുറത്ത് നടക്കുന്നില്ലേ, അതുപോലെ എന്ന ഒരു ചിന്ത ഉണ്ടായേക്കാം. അതിന് പറയാനുള്ള മറുപടി, അതിനെക്കുറിച്ച് പറയാനുള്ള പ്രതികരണം, പൊതു പ്ലാറ്റ്ഫോമിൽ ഇത്തരം വിഷയങ്ങളൊക്കെ നല്ല ട്രെയിനിങ്ങോടുകൂടെ പരിശീലനത്തോടുകൂടെ മാത്രമേ വിജയിപ്പിക്കാൻ കഴിയുന്നുള്ള ഒരു പച്ച സത്യമാണ്, ഒരു ശരിയാണ്. ട്രെയിനിങ്ങോടുകൂടെ വിജയിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാർ അനുഭവിക്കുന്ന ഒരു പ്രയാസം, മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ചില സമീപന രീതികൾ, അന്യപുരുഷനും അന്യസ്ത്രീയും ഇടകലരുക, അതുപോലെ പലതരത്തിലുള്ള, നമ്മൾ ഒരുപക്ഷെ അതിന് കൂത്താട്ടം എന്ന് പറയാം, അത്തരം ഒരു കൂത്താട്ടങ്ങൾ അരങ്ങ് തകർക്കുന്ന രീതിയിലുള്ള അത്തരം ചേരുവകളോടുകൂടെയാണ് പല ട്രെയിനിങ് പ്രോഗ്രാമുകളും നിലവിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് ബിസിനസ് സംവിധാനം വികസിപ്പിക്കാൻ വേണ്ടി സമ്മതിക്കാവുന്നതല്ല, നമുക്കത് ഇണങ്ങുന്നതല്ല, നമുക്കത് സ്വീകാര്യമല്ല. എന്നാൽ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം സംഗതികൾ ഇല്ലാതിട്ട് നടക്കുകയില്ല. എന്നാൽ അവിടെ ഇതിന് പരിഹാരമായി നമുക്ക് ഇത്തരം അനൗചിത്യങ്ങളില്ലാതെ പൂർണ്ണമായും അനുവദനീയമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ട്രെയിനിങ് കൊടുക്കും. രണ്ടാമത്തെ മറ്റൊരു കാര്യം, പലപ്പോഴും ട്രെയിനിങ് സംവിധാനങ്ങളിലെല്ലാം വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം അത് നമ്മളെ വല്ലാതെ അലട്ടുകയോ ക്ഷീണിപ്പിക്കുകയോ ചെയ്യാറ്. എന്നാൽ അങ്ങനെ ക്ഷീണിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ നമുക്ക് സന്തോഷപൂർവം ചെയ്യാവുന്ന ഒരു മെത്തേഡ്, അത് ഹാപ്പി സോണിന്റെ ട്രെയിനിങ് സിസ്റ്റത്തിലുണ്ട് എന്ന് ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ വല്ല പ്രോഗ്രാമിലും വന്നവർക്കറിയാം. ആ ഒരു സ്റ്റൈലിലാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ നമുക്ക് വാഗ്ദത്തം ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന്, മതപരമായി ശറഈയായി പൂർണ്ണമായി ഹലാലായതാണ് നാം പറയുക. 2, ലീഗലി രാജ്യത്തിന്റെ നിയമം പൂർണ്ണമായി അനുസരിക്കുന്ന രീതിയിലാണ് നാം ഈ സംവിധാനം പരിചയപ്പെടുത്തുക, മുന്നോട്ട് കൊണ്ടുപോകും. 3, ഇതിൽ മാനുഷിക മൂല്യങ്ങൾ എപ്പോഴും നിലനിൽക്കും. നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ നിലവാരം, ആ നിലവാരം നമുക്ക് പുലർത്താൻ കഴിയും. നമുക്കൊരിക്കലും ഇതിൽ വർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മറ്റേതെങ്കിലും ഉദ്യോഗങ്ങൾക്ക് ഇടിവ് പറ്റുന്ന രീതിയിൽ ഒരു അവസരം ഉണ്ടാവുകയില്ല എന്നത് നമുക്ക് വാഗ്ദത്തം ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ വേണ്ടത്, എല്ലാം ഇവിടെ ഇപ്പോ ഈ സെഷനിൽ മാത്രമേ ഇങ്ങനെ പങ്കെടുക്കുള്ളൂ. ഇനി മുതലുള്ള സെഷനുകൾ ക്യാമറ ഓൺ ചെയ്ത് പങ്കെടുക്കാൻ പറ്റുന്നവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഓരോരുത്തർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രത്യേകം നൽകുകയും ഓരോ ആഴ്ചയിലും ഒരു തവണയെങ്കിലും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഈ കൂട്ടായിട്ടുള്ള സെഷനിൽ തന്നെ അവർക്ക് ആവശ്യമായ പേഴ്സണൽ നിർദ്ദേശങ്ങൾ, വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ തന്നെ നൽകുകയും അതിൽ ആ നിർദ്ദേശം പാലിച്ച് അവർ വർക്ക് ചെയ്താൽ അവർക്ക് ഈ നിശ്ചിത കാലയളവ്, നമ്മളൊരു പ്രൊബേഷൻ പീരീഡായി കാണുന്നത് ഒരു 3 മാസമാണ്. ജോയിൻ ചെയ്തത് മുതലുള്ള 3 മാസം കറക്റ്റ് വർക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ഏണിംഗ്, അവർക്ക് തൃപ്തികരമായ ഒരു നേട്ടം സാമ്പത്തികമായി ഉണ്ടാകുന്നില്ലെങ്കിൽ ആദ്യം നമ്മളൊരു ചെറിയൊരു അഡ്വാൻസ് ഫീസ്, വളരെ സ്മോളസ്റ്റ് ചെറിയൊരു ഫീസ് വാങ്ങും, 1000 രൂപ. ഈ 1000 രൂപ അവർക്ക് റിട്ടേൺ കൊടുക്കും. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും
ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടാൻ അവർക്ക് കഴിയും. ഞാൻ പറയുന്നത് ഈ 3 മാസം ഇടക്കൊന്ന് പറയാനുള്ളത്, ഈ സെഷന്റെ മറ്റൊരു പ്രത്യേകതയാണ്, സെഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇതില് ആർക്കും ജോയിൻ നൽകുകയില്ല. പിന്നെ നമ്മള് പ്രോഗ്രാം തൽക്കാലം എന്ത് ചെയ്യും, അവിടെ ചെയ്തു കൊടുക്കും. അതായത് പിന്നെ കയറാനുള്ള ഓപ്ഷൻ അവിടെ തൽക്കാലം അടച്ചു വെക്കും. അപ്പോ പലരും ഇപ്പൊ ലൈനിൽ വരുന്നുണ്ട്, ഇനി പരിഗണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മൾ ഇത് തുടർന്നും ഇതുപോലെയാണ് ചെയ്യുക. ഇതിൽ ഫേംനെസ് ആണ്, അല്ലാതെ ഒരാൾ ശിക്ഷിക്കലല്ല. ഒരു ഫേമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ പിന്നെ ഈ 3 മാസ കാലയളവിനിടയിൽ ഓരോ ആഴ്ചയിലും ആഴ്ചതോറും ചെയ്യാനുള്ള വർക്കുകൾ നൽകും. ആഴ്ചതോറും ബെനിഫിറ്റ് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിന് പറ്റുന്ന പ്ലാൻ പറഞ്ഞു. ഇനി അതല്ല ഒരു മാസത്തിനിടയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള പ്ലാനുകൾ പറഞ്ഞത്. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെയിലി നിങ്ങളുടെ ഫോളോ അപ്പ് പറയാനും, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനും, എങ്ങനെയാണ് ഒരു ഒബ്ജക്ഷൻ ഹാൻഡിലിംഗ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഇൻവിറ്റേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂളുകൾ ഉപയോഗിക്കേണ്ടത്, അതുപോലെ പിന്നെ ഇതിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്, അതിൽ സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല്, ടീം വർക്ക്, പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഈ കാര്യങ്ങൾ, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനിടയിൽ തന്നെ നമ്മൾ പരിശീലിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ടിവിറ്റി എപ്പോഴും നമ്മൾ ഇതിലൂടെ നേടിത്തരും. അതായത് വിഷയങ്ങൾക്ക് ഒരു കാര്യക്ഷമത ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ ഈ വിഷയത്തിൽ ഇടപെടുന്ന, ഇതിൽ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള, പങ്കാളികളായിട്ടുള്ളവർക്ക് ലേൺ മോർ എഫിഷ്യന്റ് വേസ് ടു പെർഫോം ദെയർ ടാസ്ക്. അവരുടെ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ, അത് നന്നായിട്ട് അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നന്നായി പ്രകടിപ്പിക്കാൻ, നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തു കൊടുക്കും. കൂടാതെ വെൽ ട്രെയിൻഡ് എംപ്ലോയീസ് ആർ മോർ കമ്പീറ്റന്റ്, വിച്ച് ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ് ആൻഡ് ഹയർ ഔട്ട്പുട്ട്. നല്ല ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ നന്നായിട്ട് ട്രെയിനിങ് ഈ ടീമിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. കഷ്ടപ്പെട്ട് നിരന്തരം പണിയെടുക്കുക എന്നതിന് പകരം ആസ്വദിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കി സ്മാർട്ടായിട്ട് ജോലി ചെയ്യുക എന്നതാണ് നാം ഇവിടെ ഉപയോഗിക്കുന്ന തിയറി. മൂന്നാമത്തെ കാര്യം എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ. ജീവനക്കാർക്ക് ഒരിക്കലും ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ തളർന്നു പോകുന്ന ഒരവസ്ഥ, ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുകയും പകരം എപ്പോഴും ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം, തൃപ്തി അനുഭവപ്പെടുന്ന, ജോലിയിൽ ഒരു സംതൃപ്തി അനുഭവപ്പെടുന്ന അവസ്ഥ ഇതിലൂടെ കിട്ടും. ട്രെയിനിങ് മേക്സ് എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ലീഡിങ് ടു ഹയർ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഒരിക്കലും നമ്മൾ ഈ ട്രെയിനിങ്ങിലൂടെ അവർക്ക് നൽകുന്നത് എന്താണ്? ഒരു നിലവാരം കൊടുക്കും. അതായത് പലപ്പോഴും പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇത്തരം ബിസിനസ് സംവിധാനങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രയാസം, ഭാവിയിൽ എന്നോ നേടാൻ പോകുന്ന ഒരു നേട്ടത്തിന്റെ പേരിൽ നിലവാര തകർച്ച അനുഭവിക്കുന്നവർ ധാരാളം പേരെ കാണാം. ഒരുപാട് പേരെ അങ്ങനെ കാണാം. എന്നാൽ അതില്ലാതെ പകരം ഇൻവെസ്റ്റഡ് ഇൻ ലീഡിങ് ടു ഹയർ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഒരു ഉയർന്ന സന്തോഷം അത് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്. മറ്റൊന്ന് മോട്ടിവേഷൻ. ലേണിംഗ് ന്യൂ സ്കിൽസ് ആൻഡ് നോളേജ് ക്യാൻ റെജുവിനേറ്റ് എംപ്ലോയീസ് enthusiasm ഫോർ their റോൾസ്. ഓരോരുത്തർക്കും അവരവരുടെ അറിവും അത് അറിവ് പഠിക്കുന്നത് ജീവനക്കാരുടെ റോളുകളോടുള്ള ആവേശം പുനരുജ്ജീവിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിക്കുന്നതിനനുസരിച്ച് ഒരു ഉന്മേഷവും ആവേശവും ഉണ്ടാക്കാനും അതോടൊപ്പം നേട്ടങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുക.
നാലാമത്തെ കാര്യം ഇംപ്രൂവ്ഡ് ടീം ഡൈനാമിക്സ്. അതായത് ഓരോരുത്തർക്കും അവർക്ക് പരിചയമുള്ള ഒരാളെ കാര്യങ്ങൾ ധരിപ്പിക്കാനും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും എപ്പോഴും ഒരു ടീം ഉണ്ടാകും. ആ ടീം നമ്മൾ ഓരോ സമയവും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്പൊ ടീം ഡൈനാമിക്, ടീമിന്റെ എനർജി, ഊർജം, അത് വലിയൊരു ബലമാണ്. ട്രെയിനിങ് ഓൺ ടീം ബിൽഡിംഗ് എക്സസൈസ് എൻഹാൻസസ് കൊളാബറേഷൻ. ഈ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് പരസ്പര സഹകരണം ഉണ്ടാവും. പലപ്പോഴും ഒരു ബിസിനസ് നടത്തുമ്പോൾ മറ്റൊരു ബിസിനസ്സുകാരൻ വരുമ്പോഴേക്ക് അത് ബേജാറാണ്. ഇവിടെ അങ്ങനല്ല. മറ്റൊരു ബിസിനസ്സുകാരൻ വരുമ്പോൾ ഒരിക്കലും വെപ്രാളമില്ലാതെ ബേജാറില്ലാതെ ലീഡ് ചെയ്യാൻ പരിശീലിപ്പിക്കും. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അമോങ് ടീം മെമ്പേഴ്സ്. പരസ്പരം ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ പരസ്പര ധാരണ രൂപപ്പെടാൻ ഇത് വല്ലാതെ സഹായിക്കും. കൂടാതെ ട്രെയിനിങ്ങിന്റെ മറ്റൊരു ഗുണമാണ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഒരു കലഹം ഉണ്ടായാൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എപ്പോഴും ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു. Equips the team with strategies to manage and resolve conflicts effectively. നമ്മുടെ ടീമിന് എപ്പോഴും ഒരു തർക്കം പരിഹരിക്കേണ്ടത് എങ്ങനെ എന്നതിന് കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടാകും, ഒരു ഐഡിയ ഉണ്ടാകും. അഞ്ചാമത്തത് ഇന്നോവേഷൻ ആൻഡ് അഡാപ്റ്റബിലിറ്റി. എപ്പോഴും ഒരു പുതിയ അവസ്ഥ, അതായത് പൊളിച്ച ഏതെങ്കിലും ഒരു തിയറിയുടെ പിന്നാലെ പോകുന്നതിന് പകരം ഒരു പുതുമ, അതോടൊപ്പം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥ, പുതുമയാണ് ഇന്നോവേഷൻ. അത് ഉൾക്കൊള്ളാവുന്ന അവസ്ഥയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് സംഗതി ഇതിന്റെ കൂടെ ഉണ്ടാകും. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എൻകറേജ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഇന്നോവേഷൻ ബൈ എക്സ്പോസിങ് എംപ്ലോയീസ് ടു ന്യൂ ഐഡിയാസ് ആൻഡ് അപ്രോച്ചസ്. ഓരോ വരുന്ന ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അവരുടേതായ ആശയങ്ങളിലൂടെയും അവരുടേതായ കഴിവുകളിലൂടെയും വികസിപ്പിക്കാൻ എപ്പോഴും സമ്മതം ഉണ്ടാകും, സപ്പോർട്ടും ഉണ്ടാകും. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രിപ്പയർസ് employees to adapt to industry changes and new technologies more readily. അതായത് നമ്മളെ പുതിയ ടെക്നോളജികൾ എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിത് ബിസിനസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ്, കേവലം സ്റ്റാറ്റസ് വെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. സ്റ്റാറ്റസ് വെക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നതിനൊരു മെത്തേഡ് ഉണ്ട്, അതിന് കൃത്യമായ ഒരു റേഷ്യോ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്റ്റാറ്റസ് മാത്രം ചെയ്താൽ, സ്റ്റാറ്റസ് മാത്രം വെച്ചിട്ട് ഒരു മാസം 50,000 രൂപ വരെ വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ ബിസിനസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധിക്കും. അപ്പൊ അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. പുതിയ ടെക്നോളജി മനസ്സിലാക്കാനും പഠിക്കാനും അതിനനുസരിച്ച് വളരാനും സഹായിക്കുക. ആറാമത്തെ കാര്യം ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്, ഒന്ന് സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ മാനദണ്ഡം. രണ്ട് എറർ റിഡക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എൻഷ്യൂർസ് ദാറ്റ് എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അതർ ടു ദ കമ്പനീസ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ കമ്പനിയുടെ നിലവാരം അത് മനസ്സിലാക്കാനും അതിന്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കാനും എപ്പോഴും ഈ സിസ്റ്റം സഹായിക്കും. കൂടാതെ എറർ റിഡക്ഷൻ, നമ്മളെ പിശക് പറ്റുന്നതിന്, നമ്മൾ സ്വന്തം ഒരു സംഗതി ആവിഷ്കരിച്ചാൽ ഒരുപാട് പിശകുകൾ വരാം. പകരം ഒരു ടീമായിട്ട്, ഒരു ട്രെയിനിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പിശക് ആവശ്യമില്ല. ഉദാഹരണത്തിന്, ഞാൻ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് റേറ്റ് കൂടുതലാണ്. അപ്പൊ ചിലർ ഈ റേറ്റിന് ആൾക്കാർ സാധനം വാങ്ങുമോ? നിങ്ങളത് ബേജാറാണ്, നമ്മൾ കാണിച്ചു തരും. കാരണം അങ്ങനെ ഒരു വേ ഇവിടെ ഉണ്ട്. ലോകത്ത് നമ്പർ 1, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തലത്തിൽ ഇതെത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഇവിടെ അവൈലബിൾ ആണ്. നടന്ന ഉദാഹരണമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് നമ്മൾ കാണിച്ചു തരും. അത് പക്ഷെ സ്വന്തം ചെയ്താൽ ഒരുപാട് അപാകത വരും, ക്ഷീണിക്കും, പിന്നെ നിർത്തിപ്പോകും. പകരം ടീമായിട്ട് ട്രെയിനിങ്ങിന് വിധേയമായി ചെയ്യുകയാണെങ്കിൽ ഇനഫ്, അത് മതി. നമുക്ക് റെഡ്യൂസസ് ദ ലൈക്ലിഹുഡ് ഓഫ് എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് ത്രൂ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രാക്ടീസ്. നല്ല രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഈ തെറ്റുകൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും, മിസ്റ്റേക്കുകൾ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല ഒരു നേട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഏഴാമത്തത് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. ഓരോ ആൾക്കും ഒരു ലീഡർഷിപ്പ് നമ്മൾ ട്രെയിനിങ്ങിനിടയിൽ വികസിപ്പിച്ചു കൊടുക്കും, ആവശ്യാനുസരണം, കാലാനുസരണം. അപ്പൊ അവർക്ക് തന്നെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാകും, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടാകും. Identifies and nurtures
പൊട്ടൻഷ്യൽ ലീഡേഴ്സ് വിത്തിൻ ദ ടീം. ഓരോരുത്തരെയും ഓരോരുത്തരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ വളർത്തുക, അവർ ടീമിന്റെ കൂടെ ലീഡേഴ്സ് ആക്കി അവരെ വളർത്തുക. ഇതാണ് അവിടെ ചെയ്യുക. മാനേജ്മെന്റ് സ്കിൽസ് പ്രൊവൈഡ്സ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ മാനേജേഴ്സ് വിത്ത് ദ സ്കിൽസ് നീഡഡ് ടു ലീഡ് എഫക്റ്റീവ്ലി. കാര്യക്ഷമമായി ഈ ടീമിനെ ലീഡ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിച്ചു കൊടുക്കും. അതായത് ഓരോ ഈ ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കോമൺ ആയിട്ട് ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അതേസമയത്ത് കയ്യിലുള്ള ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ട്രെയിനിങ്ങിലൂടെ കഴിയും. അതിനാവശ്യമായ ട്രെയിനിങ് കൊടുത്ത് അവരെ എംപവർ ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരും. എട്ടാമത്തത് എംപ്ലോയി റിട്ടൻഷൻ. അതായത് ഈ നിൽക്കുന്ന ആൾക്ക് നിലനിൽക്കാൻ ഒരേ ലെവലിൽ പോയാൽ പോരാ. ഇപ്പൊ ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരു തസ്തികയിൽ വരുമ്പോ അവർക്കൊരു ഒരു കൊല്ലം വർക്ക് ചെയ്താൽ അതിൽ നിന്ന് ഉയർച്ച വേണം. അപ്പൊ ആ റിട്ടൻഷൻ ഉണ്ടാകാൻ അതിനാവശ്യമായ വഴികൾ ഇതിലുണ്ട്. അതിൽ ഒന്നാമത്തേത് ലോയൽറ്റിയാണ്, സത്യസന്ധതയാണ്. എംപ്ലോയീസ് ഹു ഫീൽ ദേ ആർ ഗ്രോയിങ് ആൻഡ് ഡെവലപ്പിംഗ് ആർ മോർ ലൈക്ലി ടു സ്റ്റേ വിത്ത് ദ കമ്പനി. നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് സത്യസന്ധത. കരിയർ പാത്വേസ്, ഭാവി വഴികൾ, അതും ഇതിൽ വളരെയേറെ കൂടുതലാണ്. അതായത് ഈ സിസ്റ്റത്തിന്റെ കൂടെ നിലനിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ പുരോഗതി അത് ഇതിനിടയിൽ കൂടെ നേടാൻ കഴിയുന്നതാണ്. ക്ലിയർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പാത്വേസ് ക്യാൻ റിഡ്യൂസ് ടേൺ ഓവർ ബൈ ഷോയിങ് എംപ്ലോയീസ് ആൻഡ് ഫ്യൂച്ചർ വിത്തിൻ ദ കമ്പനി. നമുക്ക് ഇതിന്റെ സിസ്റ്റത്തിന്റെ കൂടെ പോകുന്ന സമയത്ത് ചിലവുകൾ കുറച്ച് വരുമാനം കൂട്ടി, അങ്ങനെ നമ്മുടെ വരുമാനത്തിലെ പ്രശ്നങ്ങൾ കുറച്ച് വരുമാനം കൂടുന്ന രീതിയിൽ അവർക്ക് ഭാവി വഴികളും കൂടെ രൂപപ്പെടുത്താൻ സഹായിക്കും. 9, കോസ്റ്റ് ഇഫക്റ്റീവ്ലി. നമുക്ക് എപ്പോഴും ചിലവ് നമ്മൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് അനാവശ്യ ചിലവുകൾ വരില്ല. മറിച്ച് നമുക്ക് ഇണങ്ങുന്ന, നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന ചിലവുകൾ മാത്രം വരികയും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി ഇൻഹൗസ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിൽ തന്നെ എക്സ്പെർട്ടൈസ് ചെയ്യാൻ, വികസിപ്പിക്കാൻ കഴിയുക. ആന്തരിക പരിജ്ഞാനം, ആഭ്യന്തര പരിജ്ഞാനം. ഡെവലപ്പിംഗ് ഇൻഹൗസ് എക്സ്പെർട്ടൈസ് ക്യാൻ റെഡ്യൂസ് ദ നീഡ് ആൻഡ് എക്സ്പെൻസീവ് എക്സ്റ്റേണൽ കൺസൾട്ടൻസ്. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നത് കൊണ്ട് ആരും ഇതൊന്നും വേണ്ട, അതിന്റെ ആശയം മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇംഗ്ലീഷ് അറിയുന്നവരാണ് കൂടുതലും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വല്ലാതെ അതൊന്നും കാണാൻ മാത്രമൊന്നുമില്ല. ഡെവലപ്പിംഗ് ഇൻഹൗസ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ ആഭ്യന്തര രൂപം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി കൊണ്ടുവരാനും അതിലാവശ്യമായ പുറത്തു നിന്നൊരാളെ ആവശ്യമില്ലാതെ നമുക്ക് തന്നെ, അഥവാ പലപ്പോഴും നമുക്ക് ഒരു ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും പ്രയാസം എന്താണ്, അതിന് മറ്റാളെ വിളിക്കണം, ഇതിന് മറ്റാളെ വിളിക്കണം, അങ്ങനെ പുരോഗമനത്തിന് പലരെ ആവശ്യം. ഇവിടെ മറ്റു പലരെയും ചെലവ് കൊടുത്ത ആവശ്യം വരൂല. എല്ലാം ഇതിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടാകും. 10ാമത്തത് കോംപ്ലിയൻസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. എപ്പോഴും നമുക്ക് ഒരു ടീമിനെ അനുസരിക്കുന്ന ഒരു സുഖം അതൊന്ന് വേറെ തന്നെ. അതുപോലെ റിസ്ക് എപ്പോഴും മാനേജ് ചെയ്യും. നമുക്ക് കഴിയാത്തത് ചെയ്യാൻ കൂടെ ആളുണ്ടാകും. എപ്പോഴും നമുക്ക് കഴിയാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കൂടെ ആളുണ്ടാകും. അതാണ് അതിന്റെ മറ്റൊരു നേട്ടം. റെഗുലേറ്ററി കോംപ്ലിയൻസ്, എപ്പോഴും നിയന്ത്രണ വിധേയത്വം, എപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുക. എൻഷൂർ ദാറ്റ് എംപ്ലോയീസ് ആർ അവെയർ ഓഫ് അതർ ടു ഇൻഡസ്ട്രി റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഈ ഇൻഡസ്ട്രിയുടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന ഈ പ്ലാറ്റ്ഫോമിനാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിന്റെ നിലവാരം, മാനദണ്ഡം എന്തൊക്കെയാണ് എന്നും അത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുക എന്നതാണ് അതിലൊന്ന്. റിസ്ക് റിഡക്ഷൻ, അപകട സാധ്യത കുറയ്ക്കുക. ട്രെയിനിങ് ഓൺ സേഫ്റ്റി ആൻഡ് റിസ്ക് മാനേജ്മെന്റ് റിഡ്യൂസസ്. ഇതിൽ ട്രെയിനിങ് കിട്ടുന്ന സമയത്ത് എന്ത് കുറയും? ദ ലൈക്ലിഹുഡ് ഓഫ് വർക്ക് സ്പേസ് ആക്സിഡൻസ് ആൻഡ് ലീഗൽ ഇഷ്യൂ. നിയമപ്രശ്നങ്ങള്, അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകള്, പിന്നെ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഇതെല്ലാം കുറയും. കാരണം അത് നിയന്ത്രിക്കാനും പരിഹരിക്കാനും കൂടെ എപ്പോഴും ഒരു സിസ്റ്റം ഉണ്ടാവും. 11ാമത്തത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഏറ്റവും വലിയ ഒരു സംഗതിയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ.
ഇതിൽ ബന്ധപ്പെടുന്ന ഏതൊരു കസ്റ്റമറും എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സംതൃപ്തരായിരിക്കും. ബെറ്റർ സർവീസ്, വെൽ ട്രെയിൻഡ് എംപ്ലോയീസ് പ്രൊവൈഡ് ബെറ്റർ കസ്റ്റമർ സർവീസ് ലീഡിങ് ടു ഹയർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയൽറ്റി. സത്യസന്ധതയും അതുപോലെ ഉയർന്ന സംതൃപ്തിയും ഇതെല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ കസ്റ്റമർക്ക് എപ്പോഴും സംതൃപ്തി ഉണ്ടാകും. ആ സംതൃപ്തി ഈ ട്രെയിനിങ്ങിലൂടെയാണ് അത് നേടിയെടുക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രൊഡക്റ്റ് നോളേജ്. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട നോളേജ് അത് എപ്പോഴും ട്രെയിനിങ് കിട്ടും. നമ്മളിപ്പോ ഈ സെഷൻ തന്നെ ട്രെയിനിങ് ഇത് ആരംഭിച്ചാൽ പ്രൊഡക്റ്റ് നോളേജ് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായിട്ട് തരും. അതിൽ ആ പ്രൊഡക്റ്റ് നോളേജ് ഉണ്ടായാൽ തന്നെ നല്ലൊരു ലോകം ഓപ്പൺ ആകും. Employees with in-depth product knowledge can address customer queries more effectively. കസ്റ്റമറുടെ ഓരോ ചോദ്യവും വളരെ നല്ല രീതിയിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയും. വളരെ പെട്ടെന്ന് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ സിസ്റ്റത്തിലൂടെ നിങ്ങളെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും എന്റെ നിലവിലുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു 3 മാസം ഇത് പഠിക്കാൻ വേണ്ടി കണ്ടിന്യൂ ആയിട്ട് കൂടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ മിനിമം നമ്മൾ വീട്ടിലിരുന്ന് നമ്മളെ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സന്നദ്ധത, ഒരു 2 മണിക്കൂർ മാക്സിമം. അത് സന്നദ്ധതയുണ്ടോ? ഇൻഷാ അല്ലാഹ് 1-ാമത്തെ മാസം തന്നെ നമുക്ക് തൃപ്തിയുള്ള ഒരു 10ഓ 20ഓ 1000 രൂപയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നേടിയെടുക്കാം. ഇനി ബൈ ചാൻസ് അതിലൊരാൾക്ക് പറ്റിയില്ല, ഒരാൾ ഒരു മാസം അങ്ങനെ കറക്റ്റ് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും അടുത്ത മാസം അത് പഠിച്ചെടുത്ത് അത് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വന്നു. അതല്ലെങ്കിൽ 3-ാമത്തെ മാസം എങ്കിലും ആ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ വന്നാൽ ഈ ഒരു ഏണിങ്ങിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. എന്ന് മാത്രമല്ല, അത് അവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ ഏണിങ്ങിന്റെ വർധനവ് വളരെ കൂടുകയാണ് ചെയ്യുക. എന്നാൽ ഓരോ സമയത്തെയും വർക്കിന്റെ ഹാർഡ് വർക്ക് കുറയുകയും സ്മാർട്ട് വർക്ക് കൂടുകയാണ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കിട്ടും. ട്രെയിനിങ്ങിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സന്നദ്ധത. വെരി സിമ്പിൾ ആയിരിക്കും വർക്ക്. ആ വർക്ക് ചെയ്യാനുള്ള സന്നദ്ധത അത് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. പൂർണ്ണമായി ഹലാലായത്, നമ്മുടെ അച്ചടക്കങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിൽ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അതായത് ജോലിയുള്ളവർക്കും വീട്ടു ജോലി ചെയ്യുന്നവരൊക്കെ ഒരുപാട് സമയം വേസ്റ്റ് ആകുന്നു. ആ വേസ്റ്റ് ആകുന്ന ഒരു 2 മണിക്കൂർ സമയം ഒരു കാര്യക്ഷമമായ, അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ സന്നദ്ധരാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു വരുമാനം, സത്യസന്ധതയുള്ള പരിശുദ്ധമായൊരു വരുമാനം, അതായത് മറ്റൊരാളുടെ തൃപ്തിയിലൂടെ വരുമാനം അതൊരു ശുദ്ധമാണ്. ആ ശുദ്ധമായ വരുമാനം നമുക്ക് നേടാൻ കഴിയും. അതിലേക്കാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കൂടുതലായി സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി. സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്, ട്രഡീഷണൽ ബിസിനസ്സിൽ നല്ലൊരു ശതമാനവും ഹലാലാകാൻ, ഇനി അഥവാ ഹലാലാണെന്ന് വെച്ചാൽ പോലും അതൊരു ശുദ്ധമാകാൻ വളരെയേറെ പ്രയാസമാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കഴിഞ്ഞ ദിവസം നമ്മളെ സെന്ററിൽ ഒരു സുഹൃത്ത് കാണാൻ വന്നു. ആ സുഹൃത്തുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് കുറച്ചധികം സംസാരിക്കാനുള്ളത് കൊണ്ട് ടൈമിന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇച്ചിരി വൈകിപ്പോയി. ഞങ്ങള് 3 ആളും കൂടെ തരാട്ടോ സമയം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾ 3 ആളും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കുക്ക് ചെയ്യുന്ന, ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു ഇതിലേക്ക് പോകുന്നു, ഷോപ്പിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ എത്തി. അവിടുന്ന് ആകെയുള്ളത് ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ, ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. ഞങ്ങൾ 3 പേരാണുള്ളത്. ഞങ്ങൾക്ക് 3 പേർക്ക് പ്ലേറ്റിൽ ഫ്രൈഡ് റൈസ് തന്നു. ഞങ്ങളത് കഴിച്ചു. 3 ഫ്രൈഡ് റൈസിന്റെ ക്യാഷ് വാങ്ങി. സത്യത്തിൽ ഫ്രൈഡ് റൈസ് ഞാൻ അതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. ആ ഒരാൾക്കുള്ള ഒരു പോർഷൻ അത് ഇതിലില്ല. 3 ആൾക്കും കൂടി ഒരു പോർഷൻ തികയൂല. ഈ 3 പ്ലേറ്റിലുള്ളത് ഒരുമിച്ച് കൂട്ടിയാൽ ഫ്രൈഡ് റൈസിൽ സാധാരണ നമുക്ക് തരുന്ന ആ ഒരു പാത്രത്തിന് തികയൂല. ഇംഗ്ലീഷ് പരിചയക്കുറവ് ഇതിന് ഒരു തടസ്സമാവും. ഇല്ല, ഇംഗ്ലീഷ് ആവശ്യമേ ഇല്ല. ഒരു ആവശ്യവും ഇംഗ്ലീഷ് ഇല്ല. അങ്ങനത്തെ ഒരു പ്രയാസേ വരൂല. അതുകൊണ്ട് ഇംഗ്ലീഷ് ഇതിന് ആവശ്യമില്ല. അപ്പൊ
അദ്ദേഹം 3 ഫ്രൈഡ് റൈസിന്റെ ക്യാഷ് വാങ്ങി ഞങ്ങൾ പോരുമ്പോ. ഞാനിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ അത് അറിയുന്നത്. എന്റെ സുഹൃത്താണ് ക്യാഷ് കൊടുത്തത്. അപ്പോ ഞാൻ പറഞ്ഞു, ഇതാണ് ബിസിനസിന്റെ ഒരു പൊതു സ്വഭാവം. അതായത് ഒരു സാധനം 3 ആക്കി കൊടുത്തു, 3 ക്യാഷും വാങ്ങി. അതും നല്ല സ്നേഹബന്ധവും നല്ല പരിചയവും, എപ്പോഴും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾ. ആ ഒരാളോട് പോലും ഇങ്ങനെ ചെയ്താൽ അത് എങ്ങനെയാണ് അതൊരു ശുദ്ധമാകുന്നത്? ട്രഡീഷണൽ ബിസിനസ്സിലെ നല്ലൊരു ശതമാനം ജോലിയിൽ ഇങ്ങനെ തന്നെ. മിക്കവാറും ജോലികളൊക്കെ ഒരു 8 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് 9, 10 മണിക്ക് എത്തുന്നു. 5 മണി വരെ വർക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് 4 മണിക്ക് പോകുന്നു. അങ്ങനെ തുടങ്ങി ഫോൺ ഉപയോഗം. ഇപ്പൊ ഷോപ്പിലൊക്കെ പലപ്പോഴും, ഈ അടുത്ത് ഞാനൊരു ഷോപ്പ് കയറി, ഇനി മേലിൽ അവിടെ കയറൂലെന്ന് തോന്നി. എന്താ കാര്യം? അവിടെയുള്ള ഈ ജോലി ചെയ്യുന്ന അക്കൗണ്ടന്റ് അവര് ഫോൺ എന്തോ വീഡിയോ കണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു സംഗതി ചോദിച്ചപ്പോ അവരുടെ ആ മുഖഭാവം ഉണ്ടല്ലോ, ഒരു യാചനക്ക് ചെന്ന ഒരാളോട് കാണിക്കുന്ന മുഖഭാവമാണ് അവരുടെ മുഖഭാവത്തിൽ തെളിയുന്നത്. അത് അവരറിയുന്നില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യന് ചെല്ലാൻ കഴിയില്ല. ബിസിനസ് തകർന്നു പോകും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, അപ്പോ ഹലാലല്ല ആ വരുമാനം. അങ്ങനെ അവിടുന്ന് അതിന്റെ പേരിൽ വരുമാനം ഇത് വാങ്ങിയാൽ അത് ഹലാലാകില്ലല്ലോ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ട്രഡീഷണൽ സൈഡിൽ നിന്ന് അതിൽ നിന്നെല്ലാം മുക്തമായ ഒരു ലോകം നമുക്കിവിടെ പരിചയപ്പെടാം. മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, രണ്ടാമത് ചോദിച്ചത് ഇംഗ്ലീഷ് പരിചയക്കുറവ് തടസ്സാവില്ല, തടസ്സാവൂല. പിന്നൊന്ന് മുതൽ മുടക്കുണ്ടോ? മുതൽ മുടക്ക് നിങ്ങളുടെ സമയവും പഠനവുമാണ് മുതൽ മുടക്ക്. ക്യാഷ് മുതൽ മുടക്കായിട്ട് ആവശ്യമില്ല. അതേസമയത്ത് മറ്റു വിഷയങ്ങൾ ഞാൻ അതിന്റെ വിശദമായിട്ട് പറയാം. അത് ഓരോ സമയമായിട്ട് അതിന്റെ അടുത്ത ട്രെയിനിങ് സെഷനുകളിൽ വിശദമാക്കിയിട്ട് പറയാം. ഇനി മുംതാസിന് മൈക്ക് ഓൺ ചെയ്തിട്ട്, മുംതാസ് മൈക്ക് ഓൺ ചെയ്തു. ഹലോ, പറഞ്ഞു.